ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ്. ശരിയാ, ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. നല്ല സ്പീഡ്. അത് പറയരുത്. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആ ധൃതി. അതെ. ആ അതെ, ഞാൻ ആ കുറിപ്പുസ്തകം കൊണ്ടുവന്നുണ്ട്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പുവെച്ച എന്നാ പേന. ഓക്കേ, ഡൺ. ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നീ വിഷയത്തിലേക്ക് കിടക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അതായത് ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി, ഉടനെ തന്നെ അമേരിക്കയെ പിന്നിലാക്കൂ എന്ന് ചോദിക്ക്. 中国下午5点的时候，美国几点？早上5点。 5 കൊല്ലം കൊണ്ട് പിന്നിലാക്കുന്നാണോ? അതെ, 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് പറഞ്ഞത്. ഈ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ഈ ആജന്മ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് മാത്രം. അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഓ ആയിക്കോട്ടെ. 我听说中国人吃蠕虫是真的吗？是的，我非常喜欢吃蠕虫，吃干净的，蛇、蝎子、蚂蚁、蜈蚣，还有很多都非常好吃。ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കൾ AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. അച്യുതാനന്ദൻ. ഓപ്പോസിഷൻ പിണറായി ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം, ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം, ഗുഡ് ഫ്രണ്ട്സ്. ഗുഡ് ഫ്രണ്ട്സ്. എത്രേ? 25. Get out! You cheat! Idiot! Trying to fool me? Sorry, madam. No rent, no room. Get lost. Go. What? No room? No cry. Come. ഇതൊരു ചൈനക്കാരിയാണ്. വാടക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടു. മായ വിചാരിച്ചാൽ ഇവൾക്കൊരു താമസ സ്ഥലം. മായയുടെ അച്ഛൻ ബാലന്മാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കൂടുതൽ ചായ്വ് എന്നറിയാം. എന്നാലും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം. മുകുന്ദേട്ടനും ഈ ചൈനക്കാരിയും തമ്മിൽ എന്താ ബന്ധം? അത് പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അതുകൊണ്ടൊന്നുമില്ല, ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഈ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലമാഷ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ മായ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാടക ഇത്തിരി കൂടുതലാ. വാടക എത്രയായാലും ഞാൻ തരും. ആദ്യ കുട്ടിയെ സംഗതികൾ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കൂ. വേറെ ആരുമില്ല ഇവൾക്ക്. 你叫什么名字？署名。别催促们，我给你找住的地方，没关系。木棍灯会付钱的。真的
吗？真的吗？谢谢谢谢谢谢谢谢谢谢。处处充满爱，处处充满爱，处处充满爱。 അപ്പോ എല്ലാം പറഞ്ഞ പോലെ കടയിൽ ആളില്ല.处处充满爱，处处充满爱，处处充满爱，处处充满爱。 നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതല്ലേ മനുഷ്യ? മരുഭൂമിയിലെ ഊഷരമായ മണ്ണാങ്കട്ട ഇതുവരെ എഴുതി തീർന്നില്ല. ഇതേ ഒരു മത്സരത്തിന് അയക്കാനുള്ളതാ. കഴിഞ്ഞ കൊല്ലത്തെ അവാർഡ് കമ്മിറ്റിക്കാര് പാര വെച്ചതുകൊണ്ട് തലനാരഴയ്ക്കാ മിസ്സായത്. കയ്യെന്താ എങ്ങനെ വെച്ചിരിക്കുന്നത്? നെഞ്ചുവേദന ഉണ്ടോ? ഇല്ലില്ല. സൂക്ഷിക്കണം. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോകാനെന്ന കുഞ്ഞിക്കാതറിന് ഇങ്ങനൊരു നെഞ്ചുവേദന വന്നത്. ഗ്യാസാന്ന് പറഞ്ഞ് നിസ്സാരാക്കി. പിറ്റേന്ന് എണീറ്റില്ല. പലതരത്തിലുള്ള വേദനകളുണ്ടല്ലോ. ഇത് വേറെയാ. ഇത് സുഖമുള്ളൊരു നെഞ്ചുവേദന. സഖാവേ, തിരശീല തിരി ഒന്ന് നീക്കിയേ. ആകാശത്തിന്റെ ചെറിയ കഷണമെങ്കിലും ഒന്ന് കാണട്ടെ. അയ്യോ അയ്യോ. മുകുന്ദ, എന്താ മുതേട്ടാ? എന്ത് പറ്റി? ഒന്നുമില്ല. ഹലോ, ആ മനസ്സിലായി മനസ്സിലായി. നമ്മുടെ മായ സിസ്റ്ററാ. ഹലോ മായ. ആ മുകുന്ദേട്ടാ, സീരിയസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ചൈനീസ് അകാവ് ഒന്ന് വീണു. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനും ഇതാ ഇപ്പോഴൊന്ന് വീണതേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോഴാണോ വീണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. കൊഴപ്പൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങൾ ആ ക്രീക്കിന്റെ സൈഡിലുള്ള റോഡിലാ. റൂമിലേക്ക് പോകുന്ന വഴി. മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, മുകുന്ദേട്ടൻ വരണമെന്നില്ല. വരണം എന്നുണ്ട്. ഞാൻ വരാം, വരും. എന്തു പറ്റി മൂന്നേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. അയ്യോ, കൈ. എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്. പിന്നെന്തിനാ ഇത്ര ടെൻഷൻ? ചൈനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ? ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധമുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നത് പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുണം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക ഗുണം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞോളാം.
ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ. ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ? അയ്യോ വേണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയിലാ പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചു തന്നാ മതി. എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഒമൻ സോബ